ഞാൻ ബേസിക്കലി ഒരു IT കോർപ്പറേറ്റ് കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് കറൻലി വർക്ക് ചെയ്യണം. അപ്പോൾ ഓഫീസിലിരുന്നിട്ട് ഈ കൊളീഗ്സ് തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടാകുമ്പോൾ സിനിമയുടെ റെഫറൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. പലതും എനിക്ക് കിട്ടാറുണ്ട്. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നൊരു സാധനമാണ് കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ റെഫറൻസ്. അപ്പോൾ അത് ഞാൻ ജനറലി മിസ്സാക്കും, കാരണം ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഇടയ്ക്കിടെ എനിക്ക് തോന്നാറുണ്ട് കേരളത്തിൽ താമസിച്ചിട്ട് ഇത്രയും ഫിലിം നോളജ് ഇല്ലാതെ എനിക്ക് മാത്രമേ ഉള്ളൂ. സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ, ബേസിക്കലി എല്ലാം കൂടെ നടക്കുന്നില്ല. 2-3 കാര്യങ്ങൾ പാരലൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇന്നത്തോടെ അവസാനിക്കാൻ പോവാണ്. കാരണം കുമ്പളങ്ങി നൈറ്റ്സ് ഫൈനലി കാണാൻ തീരുമാനിച്ചു. കമൻറ്റ് സെക്ഷനിലും പറയുന്നുണ്ടായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ് നോക്കണമെന്ന്. സോ യെസ്, ആൻഡ് IMDb റേറ്റിംഗ് ഇസ് സോ നൈസ് ആക്ച്വലി. 8.5. അതും ഇത്ര വർഷങ്ങൾ സ്റ്റാർട്ട് ഇറങ്ങിയ ഉടനെയുള്ള റേറ്റിംഗ് അല്ല. ഇറ്റ്സ് ബീൻ സസ്റ്റൈനിങ് ദാറ്റ് കൈൻഡ് ഓഫ് റേറ്റിംഗ് ഫോർ റിയലി ലോങ് ടൈം, വിച്ച് മീൻസ് ദാറ്റ് ദിസ് മൂവി ഈസ് റിയലി ഗുഡ്. And I've seen like a lot of other reaction YouTubers, like foreign YouTubers like Jabi Koye and Rick and Seagulls, our stupid reactions. അവരൊക്കെ റിയാക്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ മാത്രം മലയാളമായിട്ട് ഞാൻ മാത്രം കണ്ടില്ല. സോ ബേസിക്കലി I think it's time to start. The film revolves around 4 brothers who share a love-hate relationship with each other. Their relationship progresses to another level when Saji, Bonnie and Frankie decide to help Bobby stand by his love. ഇതാണോ ബോബി? Okay, without any further ado, let's get into it. Oh wait, hold on a second. And here we go. Okay. മനോഹരമായ സ്ഥലം. എന്താടാ പരിപാടി? ഒന്നുമില്ല. ഇതെന്റെ പരിപാടി. നമുക്കെന്തേലും പ്ലാൻ ഇടാ. നീ എങ്ങനെ പോണേ? ഞാൻ വാപ്പിന്ന് വരും. നീ വണ്ടിയിൽ എന്നെയും കൂട്ടുവോ? പോരെ, കാളെ വറക്കാം. ഓ നമുക്ക് ഔട്ക്കാക്കിയാലോ? ലുലു മാളിലും പോവാ. അതെ, വീഗാലാൻഡ്. This is so real, man. Conversation. ഫ്രാങ്കി, എടാ നാസിമേ, എന്താന്നറിയോ, വീട്ടിലെ എല്ലാവർക്കും ചിക്കൻ ബോക്സ് അടിച്ചെടുക്കണേ. അതാണ്. Oh, fear of water. Washing machine. Oh damn. Okay. വീട്ടിലാരും ഇല്ലേ? വെള്ളം വേണോ? ഞാൻ വേണമെങ്കിൽ അപ്പഴാന്ന് നിൽക്കാട്ടാ. വെള്ളത്തിൽ വെള്ളം അടിക്കാനുള്ള പരിപാടിയാണ്. Oh man. Oh damn. Transition was nice. സൗകര്യമുള്ള മസിൽസ് ഉണ്ടല്ലേ? അപ്പന്റെ ഓർമ്മൂസല്ലേ? ഞാൻ വിചാരിച്ച് ബോണി പോരും. ഇതല്ലേ ഫ്രാങ്കി? ഓ ഓക്കെ, ഞാൻ വിചാരിച്ച് ഇവൻ വളർന്ന്. ഓക്കെ, മൈ മിസ്റ്റേക്ക്. ഹസനോണ് സജി. അറിഞ്ഞൂടെ? പ്രസവിച്ചെന്നാടാ? എനിക്കറിയാം, നിനക്കറിയാന്ന്. എന്താണ്? ഈ റിയാക്ഷനിൽ ഞാൻ പ്രതീക്ഷ. എന്റെ അപ്പന്റെ ഫോട്ടോ ഒക്കെ തീരാ ഷോ. നല്ല ചോദ്യം. ശരിയാ, ആണോ ഷോ? എടാ
ബോണി വരൂലടാ. അവനാ ഡാൻസുകാരുടെ കൂടെയാണ്, അവന്റെ കുടുംബം അതാണ്. നീ കഴിച്ചിട്ട് മുള്ളി വെച്ച് മാറിക്കിടന്ന് ഉറങ്ങടാ. ഇവനാരാണ്? നീ ആരാണ്? നീ ഇവനാരാ കുറിച്ച് ആരാണ്? പറയാനായിട്ട്? അതെ ഇവന് കണ്ട കടവിൽ കഞ്ചാവ് വിളിച്ചു കുഴപ്പമില്ല ഇവന്റെ പരിപാടി. കഞ്ചാവ് വലിക്കാറില്ല. എടാ നീ വാലയിട്ട് നീ പോയി നോക്കിണ്ടാ നാറി പണിയെടുക്കണ ഇങ്ങനെ നടന്നിട്ട് ഇല്ല ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായമായിട്ട് I'm with Saubin on this one. താൻ പിന്നെ വലിയ പണിക്കാരനാണല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞു, സൗബിനല്ല മസ്ലുണ്ട്. അവനെ കാണാൻ എനിക്ക് ഓർമ്മയില്ലേ? കാണോടാ. എടോ ആരോഗ്യം വെച്ചടോ സജി, അതൊക്കെ പണ്ട് വരക്കാലത്ത് കേട്ടാ. നീ പൊക്കാൻ വെച്ചിട്ടോ പ്ലേറ്റ് വെച്ചിട്ട് വാ. നീ പ്ലേറ്റ് വെക്കടാ. എന്തിനാണ് നീ വെക്കടാ. നരകണ്ടേ വീട് കോപ്പ്. നിന്റെ എന്തോ ഭാഗ്യത്തിന് ഏതോ സ്ഥലത്ത് അഡ്മിഷൻ കിട്ടി 4 ആളെ കണ്ടപ്പോ ഞങ്ങളാ മീൻകാരൻ എനിക്ക് പുച്ഛം. അതന്നെയാണ് ഇപ്പൊ കണ്ടില്ല റോട്ടിലിട്ട് ഒരച്ച് കൃഷ്ണൻ എന്താന്ന് എഴുതാൻ തോന്നും. Oh damn. Oh shit. Oh dude, poor guy. Wow. മാസ് കളിക്കാൻ ആളിയാ ബുദ്ധി ഉപയോഗിക്കണം. ചെസ്സിലും മാസ് നീ എപ്പോ വന്നെടാ? അല്ല പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ലൈനൊക്കെ ലൊക്കേഷൻ ചേട്ടൻ വന്നിട്ടുണ്ട്. എന്താ അയാളുടെ പേര്? ഷമ്മി. ഷമ്മിയാ? ഷമ്മി. ഞാൻ പറമ്പിലേക്ക് ബോഡിച്ചാൾ ഓണാണ് വിളിച്ച് കളി തീർത്തി പാട്ടാ. അവിടെ വേറെ പറമ്പില്ലാത്തോണ്ടല്ലേ? ആ ടക്കുള്ള ഡയലോഗ് ഓടിയൊക്കെ കുറവുണ്ട് കഴിഞ്ഞ് ആള് ഭയങ്കര സീരിയസ് ആണ്. എന്ത് അതൊന്നും കാര്യാക്കണ്ട, നമുക്ക് കയറി കളിക്കാം. അതല്ലടാ ഓ ഇതാണോ ഫാഫ? വെടിപ്പല്ല ചില വശമാണ്. ഈ മുഖം കണ്ടിട്ട് ആർക്കെങ്കിലും പറയാൻ തോന്നുന്നു വെടിപ്പില്ല വെടിപ്പില്ല എന്ന്. ഒരു സ്പോട്ട് പോലും ഇല്ല. എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നുമില്ല അവളെ, ഞാൻ അവന്റെ ബൈക്ക് ഇവിടെ തരാൻ വന്നു. ആ ശവിച്ചേട്ടൻ കുളിക്കാവാ കേറ്. വേണ്ട, അവൻ കുളിക്കാൻ കയറി കുറെ സമയം എടുക്കും. ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട, ഞാൻ പോട്ട് വരാം. എന്താണ് ശൂരമടിയായിട്ടാണോ? അതല്ല, ഇഡലി ഉണ്ട് ഇഡലി. വേണ്ട മോളെ, ബാ കേറ്. എന്താ കുഴപ്പമുണ്ടല്ലോ. ഇത് മതി. ഇതാവും ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ് ആണ്, ഇതിലേ അവൻ കഴിക്കുള്ളൂ. പ്രത്യേക ടൈപ്പാണ്. അതിനിപ്പോ എന്താ ഓരോ ശീലല്ലേ. ബേബി മോള് 3-4 കൊല്ലം മുമ്പ് വരെ കുപ്പിപ്പല്ല കുടിച്ചോട്ടെ. പട്ടച്ചാര അല്ലേട്ടാ ഇവിടെ അല്ലേ, കുഴപ്പമില്ല, ഞാനാക്കി തരാം. വേണ്ട മോളെ, എന്താണ് ഏയ് എന്റെ വീടിന്റെ അടുത്തില്ലേ ഓക്കെ എന്ന് പറഞ്ഞ പോടാ. ആടാ എന്റെ അമ്മയാണ് സത്യം. jealousy. ഇത് ഗോപി, മൈ ഫ്രണ്ട്. ഹായ് ഗോപി. ഹലോ. റിസോർട്ടിലാണോ വർക്ക് ചെയ്യാൻ? ആ ഞാനിവിടെ കല്ലഞ്ചേരിയിലാണ് വർക്ക് ചെയ്യണം. അവിടെ എന്താണ്? ഞാൻ ഗസ്റ്റ് മാനേജ്മെന്റ് ആണ്. കുട്ടി എനിക്ക് തോന്നുന്നു ഒരു ട്രൂ ലവ് ടൈപ്പ് ആണ്. ലൈക്ക് ബാഹ്യ സൗന്ദര്യത്തിലൊന്നും വിശ്വസിക്കാത്ത. ഓ damn bro. ആര് പറഞ്ഞു? ഓ മാസ് 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 മാസ്. കറക്റ്റ് വിനായകന്റെ സൈഡ് കിട്ടില്ലേ? പിന്നല്ല ഒരു 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ചേക്കും. 50 രൂപ ഇതിനെ കണ്ണു തെറ്റിക്കാൻ. ടേക്ക് കെയർ മാൻ. take care man. Okay. ആ ഇറങ്ങണോ മോനെ? ഇതാ ചന്ദനം.
There's something off. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ വിരുന്ന്? അയ്യോ നേരത്തെ ഇറങ്ങല നടക്കൂല നമ്മളെ അവർ കളിയാക്കും ഇതിപ്പോ താമസം ഇറങ്ങുന്ന നടക്കട ഡീറ്റെയിലും പോയാ പോരെ അങ്ങനെ സെറ്റ് ചെയ്യും ഞാൻ എത്തിക്കോളാം. He didn't like that. നല്ലൊരു വല വലിച്ചു കെട്ടിട്ട് കളിച്ചോ, ക്രിക്കറ്റ് കളിച്ചോ, 4 അടിച്ചിട്ടേ. വാടാ എന്നെടുത്തോ. Psycho. എന്ത് മേടിക്കണം നമ്മള്? നമ്മൾ ഈ എഴുന്നേറ്റ് ഔട്ടുമല്ല, എഴുന്നേറ്റ് കാല് കെട്ടി വീഴാൻ നേരത്ത് പെട്ടെന്ന് നീളത്തിലുള്ള കമ്പിയാണെങ്കിൽ മനസ്സിലായില്ലേ, അത് ഇതാവൂലേ. ലേഡി വീടാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. എടുക്കട്ടെ, എനിക്ക് വേണ്ട ചേട്ടാ. ഒരു ചായ കുടിക്കട്ടേ. ജിത്തോ വേണ്ടത് കൊണ്ടാ. ജിത്തേ നമുക്കൊന്നുമില്ലടാ. Accent. ആശുണ്ടല്ലോ വീട്ടില്. വേണ്ടാന്ന് சொல்றல்ல. ഒരു 50 കടം തരൂ. കടനെല്ലാം തരമാട്ടേൻ. മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കും. തിന്നോടക്കായിരിക്കും. നിന്റെ സാധനമില്ല, അത് എനിക്ക് മാത്രം അടിച്ചിട്ടുള്ളൂ, അത് നീ മറക്കണ്ട കേട്ടാ. ഇത്ര പോടാ. What? മൂടുപോയി. പൂട്ടാ ബാറി പഠിക്കുന്നു. കവി എന്താ ഉദ്ദേശിച്ചത്? കിടന്നെങ്ങാനും ഷോ ഇറക്കാനാണ് പ്ലാനെങ്കിൽ രണ്ടിനെ കാലേ പിടിച്ച് തെങ്ങിന്റെ മൂട്ടിയിട്ട് നല്ല വീക്കിൽ കൊണ്ടാ ബോണി പറയാൻ പറഞ്ഞു. ആര്? ഓ ഇൻട്രസ്റ്റിംഗ്. ഹലോ, നമ്മുടെ മണവാളൻ ഷമ്മിക്ക് എങ്ങനെയുണ്ട്? മെഡിക്കനല്ലേ? ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോട്ടോ. ഷോ വിന്താലുവിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഞാനിപ്പോ വിളിക്കും. നീ തന്നെ അങ്ങോട്ട് വിളമ്പി കൊടുക്ക. വെച്ചോണ്ടിരിക്കാണ്ട് കഴിക്കടി. ചിറ്റപ്പൻ നല്ല കുക്കാട്ടോ. ശേ, നമ്മളങ്ങനെ വലിയ കുക്കൊന്നും അല്ല. മോനെ, ആൾക്കാർക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. മോനും ചിലപ്പോൾ അങ്ങനെ ചൊറിയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മോനത് മൈൻഡ് ചെയ്യണ്ട. ഞാനങ്ങനെ ആരും ഉപദേശിക്കാറില്ല. നമ്മൾ ഒരേ തൂവൽ പക്ഷികളാ. അതുകൊണ്ട് എനിക്ക് മോനോടൊരു സ്പെഷ്യൽ ഇഷ്ടം. അനിയായിട്ടൊരു പണിക്ക് പോകണുണ്ട്. ചിറ്റപ്പൻ പോലെ ഇങ്ങനെ ബീഫ് ഉണ്ടാലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ല. Oh damn. Oh damn. എത്ര വന്നിട്ടില്ല കേട്ടോ. കഴിക്കരുത്, ഇടിയപ്പം നല്ലതല്ല. എങ്ങനെയുണ്ട് കോമഡി അടിച്ച് മാനേജ് ചെയ്തത്? അല്ലെങ്കിൽ ചിറ്റപ്പൻ ശരിക്കും ഫീൽ ആയി പോയാണ്. നന്നായിരുന്നു. ചത്തിട്ട് റീത്ത് വെച്ചോളം ഉണ്ടായിരുന്നു. താരാന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. പണിക്കാരൊക്കെ 8 മണിയാകുമ്പോൾ പോയി. മണി കഴിഞ്ഞ് കുറച്ച് ചിട്ടിലേക്ക് ആൾക്കാർ വരും. ഇപ്പൊ വന്ന കറക്റ്റ് കാര്യം എന്താ? അതെ, ഇന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഈ വല വീശി കാണിക്കാനും ഞണ്ടിനെ പിടിക്കാനും ഒക്കെ ഒരു ചേട്ടനുണ്ട്. പുള്ളിയാണെങ്കിൽ അടിച്ച് ഫിറ്റ്.
ഹെൽപ്പ് ചോദിച്ചു നോക്കാം, വന്നാ വന്നു. ഒന്ന് ചോദിച്ചു നോക്ക്. ഓക്കെ. ഗോപി ഗോപി ഒരു ചെറിയ ഹെൽപ്പ് വേണമല്ലോ. എന്താണ്? നമ്മുടെ സുമിഷ്ടയുടെ ഒക്കെ അവിടെ റിസോർട്ടിൽ ആ വീശാനൊക്കെ വന്ന് കാണിക്കാനുള്ള അപ്പൊ അവളൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. എന്താണ് വല്ല ഫ്ലാഷ് ബാക്ക് ഉണ്ടോ? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കൊരു വല്ലാത്ത പ്രേമൊക്കെ ഉണ്ടായിരുന്നു. ആരോട്? അങ്ങനെയൊന്നുമല്ല. അപ്പൊ നോക്കുമ്പോ ഒരു അടിപൊളി സീനും ചേട്ടൻ ബോബി എല്ലാം ലവ് ലെറ്റർ ഒക്കെ എഴുതി പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടി ചെന്നു. അപ്പൊ അയാള് ഫ്രണ്ട്സൊക്കെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഞാൻ നോക്കി ചെന്ന് പുറകിരുന്ന് പയ്യെ തോണ്ടി തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പ്രസ് അടിച്ച് ഞാൻ ഒറ്റോട്ടം. Now's the chance, girl. ബോബിക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല. ചേച്ചി കടവത്തെന്താ പാടി കഞ്ചാടിക്കാൻ കഞ്ചാവാ? ഒന്ന് പോയാ പിന്നെ അതൊക്കെ വലിച്ചു കയറ്റിയാൽ കുറെ ചിന്തിക്കേണ്ടി വരും. ഞങ്ങൾ 100% ചെയ്തതാണ്. Okay. For fishing nets and coir making. So coir, it's made from coconut husk and it's used for making mattresses. Wait. വീണെന്നാണല്ലോടാ തോന്നുന്നു. വീണെന്നാണല്ലോടാ തോന്നുന്നത്. അതെ. മച്ചാൻ മമ്മൂട്ടി കളിച്ച് കളയണ്ട. Very nice. നല്ല വെച്ചായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. വൈകുന്നേരം ആകുമ്പോൾ സംഭവം സെറ്റ്. അടിപൊളി മൈൻഡുമാണ്. എടാ ബോബി പുകഴത്തരം കാണിക്കലളിയാ പൊട്ടിച്ച ചെറുതാടാ പാഷൻ ഫ്രൂട്ട്. Oh, can he do it again? Yeah, sure. ഇത് ഏത് ആപ്പിൾ? വല വീശി പിടിച്ച്. എന്തായി നിന്റെ ചേച്ചിയുടെ കല്യാണ കാര്യങ്ങളും തിരക്കൊക്കെ കഴിഞ്ഞോ? അത് പറയാൻ വേണ്ടി ഞാൻ വരുമായിരുന്നു. ഇപ്പൊ ഫ്രീ ആയിട്ടുണ്ട്. ഫ്രീ ആയോ? നന്നായി. ഒരാളുണ്ട് ഇൻഹാബിറ്റേറ്റ് ചെയ്തേ മതിയെന്ന് പറഞ്ഞ് ഇരിപ്പുണ്ട് അവിടെ. കയ്യോടെ കൊണ്ടുവെക്കോ കേട്ടോ. ഓ ഓക്കെ. ഹായ്, ദിസ് ഈസ് ബേബി. ഷീ ഈസ് വെരി നൈസ് ഹോം സ്റ്റേ ഹിയർ. So what do you? അയ്യോ ഒരു പോയോ? അവരിപ്പം ഇങ്ങോട്ട് പോയി. ലൈൻ ഉണ്ടാന്ന് മാത്രം ചോദിച്ചില്ല. കൂട്ടുകാരന് ലൈൻ ഉണ്ടാ? സ്കൂളിൽ പഠിക്കുമ്പോൾ ലെറ്റർ ആയിട്ട് വന്നാൽ അവള് ഓടി. പിന്നെ ഈ വഴിക്കാരും വന്നിട്ടില്ല. ഓർമ്മയുണ്ട് വെച്ച് കരളെ. നെക്കിലൊരു കിസ് തന്നോട്ടെ. ലൈക്ക് നെക്ക് കിസ്. വേണ്ട. ഫ്രൂട്ടിയുടെ കവറൊക്കെ ഒട്ടിപ്പൊട്ടിക്കണ. അത് ചോദിച്ചു വാങ്ങിച്ചതാ. കെട്ടി വീട്ടിൽ കൊണ്ടുപോടാ. പാവക്ക്. ഓ ഡാഷ്മോൺ. എടാ ചേട്ടത്തറ അവൻ തിരിച്ചു വരും. അവളാകുമ്പോ കുഴപ്പമില്ല, നമ്മളെ കാര്യങ്ങളെല്ലാം അറിയാം. എനിക്കറിയാലോ എൻ്റെ വീട്ടിലെ അവസ്ഥ. എന്നെപ്പോലും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാറില്ല. അവക്കെല്ലാം അറിയാം, അവരുടെ ഓക്കെയാണ്. ഓ അപ്പോൾ ഇവനാണ് ശരിയല്ല. ഡാഷ്മോൺ നീ 2 പേർക്ക് എടുക്കും. You need to talk about relationship goals, man. തന്നെ കടയൊന്നും തുടങ്ങാൻ പോണല്ല, ജീവിക്കാൻ പോണേ. പറഞ്ഞു കൊടുക്കേ. നീ പോലും നമുക്കൊരു വില തന്നിട്ടില്ല. അവളാണ് നമുക്കൊരു വില തന്നത്. അതുകൊണ്ട് നാളെ ഞാൻ പണിക്കോണേ ബ്രോ. Now you get it?
Did it hit? Phone. പരിപാടി. ബോബി ദോ താ എന്താ വൃത്തിയായിട്ട് പണിയാ കാണിക്കണേ? അതെ, എന്ത് വൃത്തിയിട്ട പണിയാണ്? ബോബി എടോ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പറ്റുള്ള വിറവലാണ്. You need to understand a perspective, man. ഒന്ന് മനസ്സിലാക്ക്. See, മനസ്സിലാക്കിയില്ലെങ്കിൽ get someone else. That's a better deal. What are you going to? Dude, that's a bad idea. Come on. Oh, okay, yeah. Dude. എന്റെ ജീവിതം ഉണ്ടല്ലോ, ആ സിനിമയ്ക്ക് എനിക്ക് ഇടാൻ പറ്റുന്ന പേര് ഇട്ടിട്ടുണ്ട്. ഓളെ പ്രേമിച്ച പെൺകുട്ടി. അത് കൊടുത്ത് എന്നാ ഷോട്ടല്ലേ. നീ എന്നെ കൊണ്ടേ പോളൂല്ലേ? എന്നാ കേട്ടോ, നീ നിന്റെ വീട്ടിലും പറയാം, ഞാൻ എൻ്റെ വീട്ടിലും പറയാം. It's not gonna be very easy. കുടിച്ചിട്ടുണ്ടോ? ഇല്ല, പച്ച. ആരെങ്കിലും കണ്ട് ഇപ്പൊ പിടിച്ച് കിട്ടിക്കും. ഒരു കിസ് അടിച്ചല്ല. ഇങ്ങോട്ട് തന്നെ വരുന്ന എനിക്ക് തോന്നിയായിരുന്നു. ചേച്ചു, അയ്യോ ഷമ്മിച്ചായൻ. അയ്യോ ബോബിയുടെ കാര്യം പറഞ്ഞല്ലായിരുന്നോ? ഇത് പണിയാവോ? നിങ്ങള് സീരിയസ് ആയാലും ഇങ്ങനെ ആലോചിക്കണം. കെട്ടാനാ? It's not gonna be easy. അല്ല, അവൻ വീട്ടിൽ പറഞ്ഞു. ക്രിസ്ത്യാനി അല്ലേടി അവൻ? അറ്റ് പ്രസന്റ് ഒന്നുമല്ല, പക്ഷെ ബോബി നല്ലൊരു മനുഷ്യനാണ്. Might not be enough. കൊടുത്താൽ മാറുന്നേ ഉള്ളൂ. ചേച്ചി ഒന്ന് ചേട്ടനോട് ഒന്ന് സംസാരിക്കണം. അവരെ ഒന്ന് മീറ്റ് ചെയ്തോളൂ. അമ്മയോട് കാര്യം ഞാൻ പറഞ്ഞോളാം. Oh shit. Oh shit. ഒന്നുമില്ല, പറ. ഒന്നുമില്ല. ഇല്ലട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും അല്ല, ഇത്തിരി പേഴ്സണലാണ്. ശരി. എന്ത്? നിങ്ങളുടെ സ്വകാര്യ കാര്യം. എന്ത് കാര്യം? This is so creepy, man. പറഞ്ഞേ. Okay, this is not right. It's making me very uncomfortable. എന്നെ പറ്റിയാണ്. അയ്യോ അല്ലല്ല അല്ലല്ല. Oh shit. മുറിഞ്ഞു വന്ന് നീ കുടിക്കണം, എന്നെ എടുത്ത്. അതവൾ എന്നോട് പറയായിരുന്നു. വേറൊന്നുമില്ല. He's mad. എന്തിനാ നമ്മളിങ്ങനെ പേടിക്കുന്നത്? അതൊന്നുമില്ല. ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് കുറച്ചായില്ലേ. അതിന് ചേട്ടൻ ഇവിടെ ഓക്കെ അല്ലേ? അമ്മയെ അത് പ്രത്യേകം ചോദിക്കാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? എല്ലാം ഇങ്ങനെ തുറന്ന് പറഞ്ഞാൽ മതി. ഏത് എന്നാലും എന്തൊരു പേടിയത്. എന്തായിരുന്നു അവൻ്റെ പേര്? ബേബി മോളെ? ബോബി. Dude, okay, this is not cool. Fuck. Something is not right. ആക്ച്വലി എനിക്കിതിൽ കണ്ടൊരു ഇമ്പോർട്ടൻറ്റ് ലെസൺ ആയിട്ട് തോന്നിയത് ജനറലി ഇപ്പം അറ്റ്ലീസ്റ്റ് ഇപ്പോൾ വെൻ ഗേൾസ് ഇൻ റിലേഷൻഷിപ്പ് അവർക്ക് ഈ ഷോർട്ട് ടേം അല്ല എന്ന് ഉറപ്പ് വരുത്തണം എന്നുള്ളൊരു ഫാക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലോട്ട് ഓഫ് പീപ്പിൾ. കാരണം എന്തെങ്കിലും പണിഞ്ഞിട്ട് പോയാൽ ലാസ്റ്റ്
പണി കിട്ടുന്നത് പെൺകുട്ടിക്കായിരിക്കും. സോ ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ് മെസ്സേജ്. ഐ ലൈക്ക് ദാറ്റ്. ഒന്ന് കൂടെ വന്ന് വന്നം. വീട്ടുകാരനെ പോടാ. എന്തോ ഉണ്ടോ അതോ എനിക്ക് അറിയാൻ പറ്റില്ല. അങ്ങോട്ട് നോക്കിക്കാം. എന്തിനാ ഇതൊക്കെ വിട്ടിട്ട് വിളിക്കടാ. എന്ത് എനിക്ക് ഇതാണ് ചേട്ടാന്ന് വിളിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ്, അതോ പെണ്ണിനെ കെട്ടുന്നതാണ് ഇമ്പോർട്ടൻ്റ്? സജി കൊതി കൊണ്ടാടാ. വിളിക്കൂ പോരട്ടെ. No, that's not good enough, man. Try again. മതിയോ? എന്താണ് ഡേയ് ഷമ്മി ചേട്ടനല്ലേ? എന്താട്ടാ ഷേവ് ചെയ്യണോ? വാ. കാര്യം പറ. So much tension. ഞങ്ങള് ശരിക്കും വേറൊരു കാര്യം സംസാരിക്കാനാ വന്നത്. ഒരു കല്യാണ കാര്യം. Oh no. ഞങ്ങളുടെ ബോബിയും കാര്യങ്ങളൊക്കെ Timing. ഡിഫറൻഷ്യേറ്റ് സംസാരിച്ചാ പോരെ? സൈഡ് ലോക്ക് ഇങ്ങനെ തന്നെ പിടിക്കാം അല്ലേ? Dude. നിങ്ങളുടെ വീട് എവിടെയാണ്? ആനിലത്തറ ഭാഗത്താണ്. Oh man. ഒരു തുരുത്തില്ലേ തെക്ക് മാറിയിട്ട്? എവിടെയാട്ടാ? തെക്ക് മുറിക്കാർ പട്ടിനും പൂച്ചനെ കൊണ്ടേക്കളാണ് ഒരു തുരുത്തില്ലേ, അതായി പറയണത്. അതന്നെ കറക്റ്റ്. വഴി മാത്രമേ ഞങ്ങളുടെ ഉള്ളൂ, തീറ്റപ്പറമ്പ് നാട്ടുകാരുടെയാണ്. പിന്നെ അത് അതുപോലെയല്ല, പഴയ പോലെ അല്ല, അതൊക്കെ മാറി ക്ലീനായി. ഇപ്പൊ എല്ലാം മാറിയിട്ടുണ്ട്. അത് നിൽക്കട്ടെ, കുഴപ്പമില്ല. ബേബി പറഞ്ഞിരുന്നു ചേട്ടനല്ലേ? എന്താ പേര്? ഇവിടെ വർക്ക് ചെയ്യുന്നു. പാർട്ണർഷിപ്പ് ഒരു തേപ്പടിയുണ്ട്. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം 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 അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. ലോഡ്ജ് പോലത്തെ ഒരു വീട്ടിലേക്ക് ഒരു പെൺകൊച്ചിനെ തരിക എന്ന് പറയുന്നത്, സൈസാർ എൻ്റെ പുരുഷൻ മനസ്സിലാക്കണം. ആ പാവപ്പെട്ട 3 പെണ്ണുങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യും? ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. പിന്നെ സൈസാറിന് ഇപ്പോഴത്തെ ലോ അറിയാമല്ലോ, ഒരു പെണ്ണിന് ഏത് തെണ്ടിയാണെങ്കിലും കേട്ടാ. കഷ്ടാർത്ഥത്തിന് ലോ അതായിപ്പോയി. അപ്പൊ ഇവനൊരു പണിയൊക്കെ ആയിട്ട് നിങ്ങളുടെ വീട് മെച്ചപ്പെട്ടെന്ന് എനിക്ക് ബോധ്യം വരുന്നൊരവസ്ഥയിൽ നമുക്കത് സംസാരിച്ചാൽ പോരെ? ആക്ച്വലി വാലിഡ് പോയിന്റ് ആണ്. സൈക്കോ ആണെങ്കിലും ഹി മേക്സ് എ ഗുഡ് പോയിന്റ്. ചേട്ടാ ഈ രാമായണം എഴുതിയതോ കാട്ടാളല്ലേ? ആണ്. അതെ, എനിക്ക് വിശ്വാസമുണ്ട്. തറു മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. കുഴപ്പമില്ല, ശരിയാവും. പോരേടാ? ഓക്കെ അല്ലേ? 60 രൂപ ഷേവിങ്. ഉണ്ടോ? ഞാൻ കൊടുക്കാം. എത്രയാണ്? അത് മതി. പൊയ്ക്കോളാം. തീറ്റപ്പറമ്പ് ഞാൻ ചിരിച്ചു പോയനെ. ഞാൻ പതിയെ ഒരു
വീടെടുത്ത് മാറി താമസിക്കട്ടെ. അത് ചിലപ്പോൾ ശരിയാവൂലടാ. Do you have the financial capability to do that? എനിക്കങ്ങനെ തോന്നണം സജി. എടാ ഒരു പെണ്ണ് വന്ന് പാർക്കാനുള്ള എല്ലാം ഇവിടെ ഇല്ലേ? പോകില്ല, തടുപ്പുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, വേറെ എന്താണ് വേണ്ടേ? നിനക്ക് എൻ്റെ മുറി വേണോ? എടുത്തോ, ഞാൻ ചോദിക്കേണ്ട That's not it, man. That's not it. യൂറോപ്യൻ കക്കൂസല്ലേ പുറത്ത് വന്നിട്ടിരിക്കണ? റിങ്ങാത്തിട്ടുണ്ട വാർത്തിട്ടിട്ടില്ലേ? നീ കുറച്ച് കാണല്ലേ? നീ കുറച്ച് നാളായിട്ട് നീ കുറച്ച് കണ്ടുകൊണ്ടിരിക്കണേ. നല്ലൊരു ഇവിടെ ജീവനോടുകൂടി നമ്മൾ ഈ വീടൊക്കെ ഒന്ന് തേച്ചൊന്ന് വാതിലൊടിപ്പിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ. എടാ നെപ്പോളിന്റെ മക്കളൊന്നും അങ്ങനെ മോശക്കാരല്ലടാ, മോശക്കാരാവേയില്ല കേട്ടാ. നമ്മുടെ മുറ്റത്തെ മുല്ലക്ക് മണമില്ല. എങ്ങനെയെങ്കിലും ഒന്നായല്ല. കണ്ടാ മതി. വേണി പൊടിത്തു, കൊറേ ഉണ്ടാക്കണ. ഞങ്ങളുടെ അമ്മയെ പിന്നെ നശിച്ച വീടാണ്. അയ്യോ എങ്ങനെ? എടാ നിന്നെയൊക്കെ കാണാതിരിക്കാൻ വേണ്ടി തന്നെ അവര് പോയത്. Oh no. നിങ്ങളുടെ ബാക്ക് സ്റ്റോറി ഉണ്ടോ? എന്താ സംഭവം? സജി അവനെതിനോട് കൊച്ചിനെ തല്ലി അപ്പനാടാ നന്നാവൂല സജി. അന്ന് ടൂർ പോയത് ലോട്ടറി അടിച്ചിട്ട് കന്യാകുമാരി ടൂർ പോയപ്പോ ഇവരാരും കണ്ടിട്ടില്ല കടലിൽ എന്ത് സൂര്യ വെച്ചിട്ട്. അപ്പൊ പൂണി അത് കണ്ടിട്ട് ഒരു ചിരി ഇരിച്ചായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും മാർത്തൊരു അക്ഷരം മിണ്ടാത്തവനാണ്. ഞാൻ ഓസിയാണ് ജീവിക്കണത്. തേക്കണ നീയില്ലേ, നിന്നെ ഓസിയാണ് ഞാൻ ജീവിക്കണം അവൻ പറഞ്ഞ. പറയടോ, തുറന്നു പറ. ഇങ്ങനെയെങ്കിലും நானே உங்ககிட்ட பேசணும்னு இருந்தேன். சத்திக்கணும் கொஞ்ச நாள்ல குழந்தை பிறக்க போகுது. நானும் டவுனுக்கு மாறி போகலான்ற மாதிரி யோசிச்சுட்டு இருக்கேன். சஜி, நானும் சத்தியம் ஊரை விட்டு ஓடி வந்தப்ப எங்களுக்கு இங்கே யாருமே கிடையாது. நீங்க ஓசி தானே? Oh shit. சஜி, யாரு சொன்னா என்ன? சொல்றதுல பாயிண்ட் இருந்தா நம்ம எடுத்துக்கணும்ல. பெக்கு இதுதான். ഗുഡ്. ഉണ്ടായിട്ടുള്ളൂട്ടാ. സജി, നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. സജി, സജി എന്താണ്? Oh, that's not good. Okay. Somebody. What the hell, man? No. Go. Oh. Okay. Thank goodness. Oh no. Ayyo. Okay, I did not. അപ്പോഴെങ്കിലും എന്തേലും വെളിവ് ലേശം തൂങ്ങിക്കോളൂല്ലോ. അവരെ ഭാര്യയ്ക്ക് കേസൊന്നുമില്ലെന്നോട് നീയൊക്കെ രക്ഷപ്പെട്ടു. അല്ല തൂങ്ങത്തില്ലായിരുന്നു. വാ അവനോട് വിളിക്കും. സജി, She had a wife, man. നടക്കേല.
ഇത് രക്ഷയില്ലാത്തോണ്ടാ. ഞാൻ വിളിക്കാം. ഓക്കെ. ഷാജിയുടെ ആരാന്ന് പറഞ്ഞേ? അനിയച്ചാറുടെ കൂട്ടുകാരുടെ ഏട്ടനാ. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. He probably deserved that, actually. തന്നെ ഇരുന്നാ മതി, ഇനി പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. ഇനി അതൊന്നും കാണിക്കരുതെന്ന് ബോർഡ് പറയാൻ പറഞ്ഞട്ടാ. Let that sink in. Yeah. Let it out, man. You don't. Okay, no. ഇതാണ് പുള്ളിയുടെ Oh man. Is she pregnant? Okay. ഞാൻ പറഞ്ഞോളാം. എൻ്റെ അനിയനെ പോലെ കൂടെ കൊണ്ടുവരുത്തിയ അങ്ങനെ വിചാരിച്ചില്ല. அவரும் சொல்லிக்கிட்டே இருப்பாரு, நீங்க அவரோட கூட பிறந்த அண்ணன்னு. ഒന്നും പറ്റില്ല. என்னால குனிய முடியல, எழுந்துறீங்க. അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ എണീക്കണം. வலி எடுத்துக்கிச்சு, தயவு செஞ்சு கொஞ்சம் ஆட்டோ கூப்பிடுறீங்களா? ഓട്ടോ കൂപ്പിടെ പോ. Come on, go. എന്ത് പരിപാടി? നമുക്ക് ചെറിയ നിൽക്കണം. ഓ okay, it's actually a decent job. കണ്ണടച്ചോ? കിടന്നു. Oh no. ബ്ലീഡിങ് ഉണ്ടെന്നാ പറഞ്ഞത്. 2 ദിവസം കൂടി ഹോസ്പിറ്റലിലേക്കാ. പക്ഷെ എപ്പം കുഞ്ഞും ഞാനും പുറത്തുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. Now you will know. ഒരു കുടുംബത്തിൻ്റെ വേദന ഇപ്പം മനസ്സിലാവുക. എങ്ങനെയെങ്കിലും yeah, it's all coming back. ഓരോന്നായിട്ട് വിളിക്ക്. പൈസ വന്നിട്ട് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. നന്നായി. Damn. എൻ്റെ പണി പോലെ ഇരിക്കണ ശരിക്കും കയ്യിൽ നിന്ന് ഇരിക്കണ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. കരയാനൊന്നും പറ്റണില്ല. ഓക്കെ, നമുക്ക് അവിടെ നിർത്താം ഫോർ നൗ. ഓക്കെ, ഇതിൻ്റെ സ്റ്റോറി റൈറ്ററിനെയാണ് എനിക്ക് കാണേണ്ടത്. Wait, true story? Writer Shyam Pushkaran conceived the idea for the film by drawing inspiration from the time he spent with his friends
in his 20s in the village of Kumbalangi, which was near his hometown. In telling the story, Shyam said he wanted to conquer negative stereotypes about village. Okay, not a true story. Oh wait. Shyam Pushkaran. Shyam Pushkaran. Okay. Scriptwriter, Malayalam film, also known for collaboration, major films. ജോജി, ഓക്കെ. തങ്കം ഞാൻ ഒന്നും കണ്ടിട്ടില്ല. റൈഫിൾ ക്ലബ്ബ് മാത്രം കണ്ടിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് വാസ് എ റിയലി ഗുഡ് മൂവി. ഇതിലെ ഹൈലൈറ്റ് സ്റ്റോറി തന്നെയാണ്. സിനിമാറ്റോഗ്രഫി, ആ ലൊക്കേഷൻ, നേച്ചർ എല്ലാം ഉണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത മ്യൂസിക്കോ അങ്ങനെയൊന്നും അധികം ബാക്ക്ഗ്രൗണ്ടിലില്ല. ഉള്ള മ്യൂസിക് ഭയങ്കര നല്ല രീതിയിൽ മറ്റേ ഉയിരിൽ തൊടും അടിപൊളി പാട്ട്. എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഫുൾ കാണിക്കാൻ പറ്റിയില്ല. സ്റ്റോറി ഇസ് ദ ഹൈലൈറ്റ്. കാരണം ആദ്യം ആ ഒരു കുടുംബത്തിലെ നാച്ചുറൽ, നമ്മൾ സാധാരണ ഒരു സിനിമാറ്റിക് പ്രോബ്ലം അല്ല, സാധാരണക്കാർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് തന്നെ പറയുന്നുണ്ട്. അവൻ്റെ പ്രോബ്ലം, ഫ്രാങ്കി, സജി, എല്ലാവരും. എന്നിട്ട് ഈ ഫഗത് ഫാസിൽ എന്തോ ഒരു സംതിങ് ഇഷ്യൂ ഉണ്ട്. നെക്സ്റ്റ് ഫാഫയിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ ലവ് സ്റ്റോറി എവിടെയെങ്കിലും ഡോക്ക് ചെയ്യണം, അതിന് പുള്ളിക്കാരൻ്റെ ഒരു തടസ്സമൊന്ന് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ പാർട്ടിൽ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഈ 3 ആൾക്കാരുടെയും, സൗബിൻ്റെ ആണെങ്കിലും എന്താ പറയുക, കാസ്റ്റ് പുള്ളിയുടെ പേരെന്തായിരുന്നു, ഷൈനികം ആണെങ്കിലും അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം വെറുതെ തെണ്ടിത്തിരിഞ്ഞ് തല്ലി നടന്ന 2 പേര് ഓസിന് ഇത് ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരനെ റിയലൈസ് ചെയ്യാൻ മറ്റേ പുള്ളിയുടെ ഡെത്ത് വേണ്ടി വന്നു. അപ്പോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു അപ്പം പുള്ളിക്കാരൻ കെട്ടാത്തതുകൊണ്ടുള്ള കോൺസിക്വൻസാണ് ഷൈനികവും മറ്റവനും അനുഭവിക്കുന്നത്. കാരണം ഒരു കെട്ടിക്കൊണ്ട് വന്നാൽ എവിടെ താമസിക്കും എന്നുള്ളൊരു പോയിൻ്റൊന്നും പുള്ളിക്കാരന് കൺസീവ് ചെയ്യാനേ പറ്റില്ല. അത് നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും ഉള്ളൊരു പ്രോബ്ലമാണ്. പിന്നെ ഫഗത് ഫാസിലിൻ്റെ ക്യാരക്ടറാണ് കുറച്ച്, ഷമ്മിയുടെ ക്യാരക്ടറാണ് എനിക്ക് കറക്റ്റ് മനസ്സിലാവാത്തത്. ഒരു സൈക്കോ എലമെൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഇതെങ്ങോട്ട് പോവും, പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞത്, കാരണം അങ്ങനെ ഒരു ഡയലോഗ് ഇട്ടത് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. മറ്റേ ഇങ്ങനൊരു കുടുംബത്തിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അതൊരു വാലിഡ് പോയിൻ്റാണ് ടു ബി ഓണസ്റ്റ്. ഒരു പാരൻ്റ് ആണെങ്കിൽ ദേ വിൽ ഒബ്വിയസ്ലി തിങ്ക് ഓഫ് സംതിങ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? ആ ഒരു ഡയലോഗ് കാരണമാണ് ഷൈനികത്തിൻ്റെയും സൗബിൻ്റെയും ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. സോ ഐ കൈൻഡ് ഓഫ് കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് ഷമിഷാൻ ഓൺ ദാറ്റ് വൺ. ദാറ്റ് മേക്ക് സെൻസ്. ഇങ്ങനത്തെ ലൈക്ക് കോമൺ മാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നല്ല രീതിയിൽ പോർട്രേ ചെയ്ത് കാണിക്കാൻ ഈ സിനിമയ്ക്ക് പറ്റി. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്ര നല്ല റേറ്റിംഗ് ഉള്ളതും. ദാറ്റ് ഇസ് വെരി ഗുഡ് സ്റ്റോറി മാൻ. സോ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മൂവീസ് സ്റ്റോറി ബേസ്ഡ് മൂവീസാണ്. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ബാക്കി എല്ലാം ആണെങ്കിലും അൾട്ടിമേറ്റ്ലി പ്രയോറിറ്റി വാസ് ഒരു ഗുഡ് സ്റ്റോറി ആൻഡ് അതിൻ്റെ എക്സിക്യൂഷൻ. സ്റ്റോറി എക്സിക്യൂഷൻ ഓൾസോ ഇമ്പോർട്ടൻ്റ് അല്ല. സ്റ്റോറിൻ്റെ എക്സിക്യൂട്ട് ചെയ്യില്ലെങ്കിൽ പിന്നെ ആ ഒരു ബ്യൂട്ടിഫുൾ സീനറി, ആ ഒരു വൈബ് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒരു മനസ്സിന് സമാധാനം കിട്ടുന്നൊരു മൂവിയാണ്. ആ ഒരു ഫഗത് ഫാസിലിൻ്റെ ആ ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഇറ്റ്സ് വെരി ഹാർട്ട് ഫുൾഫില്ലിങ്. I really like this movie, man. It's very nice and I'm very much looking forward to part 2. So I think predictable ആണ് ഇനിയുള്ള കഥ അല്ലേ. എനിക്ക് ഫഗത് ഫാസിലിൻ്റെ എന്തെങ്കിലും എലമെൻ്റ് ഉണ്ടാവും, അപ്പോൾ അതിനവർ അത് മറികടന്ന് പോകണം. അതായിരിക്കും ഒന്ന് മേജർ ഇഷ്യൂ. ബാക്കിയെല്ലാം ഒരു സോർട്ടായി വന്നിട്ടുണ്ട്. ഓക്കെ, സോ വേറൊന്നും അധികം പ്രതീക്ഷിക്കാനില്ല. ഐ മീൻ ഇനിയുള്ള സ്റ്റോറി പ്രഡിക്റ്റബിൾ ആണ്. ഇതുവരെയുള്ള സ്റ്റോറി അടിപൊളിയായിരുന്നു. പ്രഡിക്റ്റബിൾ ആയിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും അവിടെ പോകുമെന്ന് എനിക്കറിയില്ല. വെരി ഇൻട്രസ്റ്റിംഗ് സോ ഫാർ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ്റെ നെക്സ്റ്റ് പാർട്ട് കാണണമെങ്കിൽ ഡു സ്റ്റിക്ക് അറൗണ്ട് ഓൺ ദിസ് ചാനൽ, ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ and hit the thumbs up button and let YouTube know you like what you're watching. If there are any other movies that you want me to recommend, put it down in the comment section below. I'll definitely take a look and I'll see you guys in the next video. Good night. Goodbye.